നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ വീണ്ടും പ്രവാസികൾക്ക് ആശങ്ക. സ്വദേശിവൽക്കരണം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കി വരുന്ന സാഹചര്യത്തിൽ നിരവധി പ്രവാസികൾക്കാണ് തൊഴിൽ നഷ്ടമായത്. ആദ്യം ആരംഭിച്ചത് സർക്കാർ മേഖലയിലാണ്, പിന്നാലെ സ്വകാര്യ മേഖലയിലും ഇത് വ്യാപിപ്പിക്കുകയുണ്ടായി. അങ്ങനെ നിരവധി പ്രവാസികൾ തങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെട്ടത് മൂലം നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. തങ്ങളുടെ പൗരന്മാർക്ക് പ്രാധാന്യം നൽകുക എന്ന നിലയിലാണ് ഇത് ആരംഭിച്ചത്. ഇപ്പോഴിതാ സൗദിയിൽ ആരോഗ്യ സേവന മെഡിക്കൽ ഉപകരണ ഉൽപാദന വിതരണ രംഗത്തെ തൊഴിലുകളിലെ സ്വദേശിവൽക്കരണം ഏപ്രിൽ 11 മുതൽ നടപ്പാക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ലബോറട്ടറികൾ, എക്സ്റേ, ഫിസിയോതെറാപ്പി, ചികിത്സ, പോഷകാഹാരം എന്നീ തൊഴിലുകളിലാണ് 60% സ്വദേശിവൽക്കരണം മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം നടപ്പാക്കി വരുന്നത്. അങ്ങനെ ഈ തൊഴിലുകളിൽ സ്വദേശി സ്പെഷ്യലിസ്റ്റുകളുടെ മിനിമം വേതനം 7000 റിയാലും ടെക്നീഷ്യന്മാരുടെ വേതനം 5000 റിയാലുമായും നിശ്ചയിച്ചിരിക്കുകയാണ്. ഇതിൽ കുറവ് വേതനം ലഭിക്കുന്നവരെ സ്ഥാപനങ്ങളിലെ സൗദി ജീവനക്കാരെന്നോണം പരിഗണിച്ച് സ്വദേശിവൽക്കരണ അനുപാതത്തിൽപ്പെടുത്തി കണക്കാക്കുന്നതല്ല. മെഡിക്കൽ ഉപകരണ മേഖലയിൽ സെയിൽസ്, പരസ്യം, ഉപകരണങ്ങൾ പരിചയപ്പെടുത്തൽ എന്നീ തൊഴിലുകളിൽ ആദ്യഘട്ടത്തിൽ 40%, രണ്ടാം ഘട്ടത്തിൽ 80% സൗദിവൽക്കരണമാണ് പാലിക്കേണ്ടത്. അതോടൊപ്പം തന്നെ മെഡിക്കൽ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ്, ടെക്നിക്കൽ തൊഴിലുകളിൽ ആദ്യഘട്ടത്തിൽ തന്നെ 30%, രണ്ടാം ഘട്ടത്തിൽ 50% സ്വദേശിവൽക്കരണം നടപ്പിലാക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ സൗദി എഞ്ചിനീയർമാരുടെയും സ്പെഷ്യലിസ്റ്റുകളുടെയും ബാച്ചിലർ ബിരുദധാരികളുടെയും മിനിമം വേതനം 7000 റിയാലും ഡിപ്ലോമ ബിരുദധാരികളുടെ മിനിമം വേതനം 5000 റിയാലുമായി നിർണയിച്ചിരിക്കുകയാണ്. അതേസമയം സൗദിയിൽ വിദേശി സ്വദേശി നിക്ഷേപകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വ്യവസ്ഥകൾ നടപ്പാക്കാനൊരുങ്ങിയിരിക്കുകയാണ് നിക്ഷേപക മന്ത്രാലയം. നിക്ഷേപകർക്ക് തുല്യത ഉറപ്പാക്കുന്നതും രാജ്യത്തേക്ക് കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്നതുമായ സൗഹൃദ വ്യവസ്ഥകളും ഉൾപ്പെടുത്തിയാണ് ഈ നിയമം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. സൗദി നിക്ഷേപക മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് രംഗത്തെത്തിയത്. രാജ്യത്തെ സ്വദേശി വിദേശി നിക്ഷേപകരുടെ അവകാശങ്ങളിൽ തുല്യത ഉറപ്പുവരുത്തുന്നതിനായിരിക്കും പുതിയ വ്യവസ്ഥ എന്നത്. ഈ നിയമം ഉടൻ തന്നെ പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കുകയുണ്ടായി. ഇത്തരത്തിൽ രാജ്യത്തേക്ക് കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനും നിലവിലെ നിക്ഷേപക ഘടനയെ ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുന്ന വ്യവസ്ഥകളാണ് പുതിയ നിയമത്തിൽ ഉണ്ടാക്കുന്നത്. നിക്ഷേപകരോടുള്ള വിവേചനരഹിതമായ പെരുമാറ്റം, സാമ്പത്തിക പദ്ധതികൾ കൈകാര്യം ചെയ്യുന്നതിനും വിനിയോഗിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം, സ്വത്ത് കൈവശം വയ്ക്കൽ, വാണിജ്യ കരാറുകൾ ഏർപ്പെടാനുള്ള സൗകര്യം, സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുന്നതിനും വിൽക്കുന്നതിനുമുള്ള സർക്കാർ വകുപ്പുകളുടെ സഹായം, നിക്ഷേപകർക്ക് ആവശ്യമായ സേവനങ്ങളും വിവര കൈമാറ്റവും, പരാതികൾ സ്വീകരിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമുള്ള സൗകര്യം തുടങ്ങിയവ പുതിയ വ്യവസ്ഥയിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുമെന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞു. അങ്ങനെ നിക്ഷേപകർ തങ്ങളുടെ സ്ഥാപന ഓഫീസുകൾ രാജ്യത്ത് തുറന്ന് പ്രവർത്തിക്കുവാനും സർക്കാർ ആവശ്യപ്പെടുന്ന രേഖകൾ കൃത്യമായി സമർപ്പിക്കുവാനും കോർപ്പറേറ്റ് നിയമങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുവാനും പരിസ്ഥിതി സാമൂഹിക മാനദണ്ഡങ്ങൾ പാലിക്കുവാനും തയ്യാറാകണമെന്നും മന്ത്രാലയം ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.